സൗദി അറേബ്യയെ കൂടുതൽ കരുത്താക്കാനും സാമ്പത്തികമായി ഉന്നതിയിലെത്തിക്കാനും പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുകയാണ് അധികൃതർ. ഇത് പ്രവാസികൾക്കേറെ നിർണായകമാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പുതിയൊരു പദ്ധതിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആകാശപാത കീഴടക്കാൻ സൗദി ഒരുങ്ങുകയാണ്. പുതിയ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തേടുന്ന സൗദി അറേബ്യ ഒരു വിമാന കമ്പനി കൂടി ആരംഭിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സൗദിയുടെ രണ്ടാമത്തെ വിമാന കമ്പനിയാണ് വരാൻ പോകുന്നത്. എണ്ണയെ മാത്രം ആശ്രയിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് സൗദി മറ്റു ആദായ മാർഗങ്ങൾ തേടുന്നത്. ഇതുവഴി കൂടുതൽ സൗദി പൗരന്മാർക്ക് ജോലി നൽകുക എന്നതും ബിൻ സൽമാന്റെ ലക്ഷ്യമാണ്. ആകാശയാത്രയിൽ സൗദിയുടെ റാങ്ക് ഇതോടെ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ എപ്പോഴാണ്, എങ്ങനെയാണ് കമ്പനി ആരംഭിക്കുക എന്ന് വ്യക്തമല്ല. അറബ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ് സൗദി. ഭൂവിസ്തൃതിയിൽ വലിയ അറബ് രാജ്യവുമാണ്. എണ്ണ വരുമാനത്തെ ആശ്രയിച്ചാണ് രാജ്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്നാൽ എണ്ണ ഇതര വരുമാനം കൂട്ടുക എന്നതാണ് ബിൻ സൽമാന്റെ ലക്ഷ്യം. 2030 ആകുമ്പോഴേക്കും എണ്ണ ഇതര വരുമാനം 4500 കോടി റിയാൽ ആക്കുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ആഭ്യന്തര സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനും സൗദി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നു. പുതിയ തുറമുഖങ്ങൾ, റെയിൽപാതകൾ, റോഡുകൾ എന്നിവ നിർമ്മിച്ച് ആഗോളതലത്തിൽ ശ്രദ്ധ കേന്ദ്രമാക്കുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ലോജിസ്റ്റിക് മേഖലയിൽ നിന്നുള്ള വരുമാനം 6% നിന്ന് 10% ഉദ്ദേശം. ഇതുവഴി ടൂറിസം, ഹജ്ജ്, ഉംറ എന്നിവയ്ക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധിക്കും. പുതിയ വിമാന കമ്പനി രൂപീകരിച്ചാൽ സൗദിയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ സാധിക്കും. ചരക്ക് ശേഷി ഇരട്ടിയാക്കും. നിലവിൽ സൗദിയുടെ വിമാന കമ്പനി സൗദി അറേബ്യൻ എയർലൈൻസ് എന്ന സൗദിയാണ്. മേഖലയിൽ മറ്റു വിമാന കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദിയുടെ പ്രവർത്തനം കുറവാണ്. മറ്റു വിമാന കമ്പനികളെ പോലെ ഇപ്പോൾ സൗദിയും കടുത്ത പ്രതിസന്ധിയിലാണ്. കോവിഡ് ആശങ്ക ഒഴിഞ്ഞാൽ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം റിയാദിൽ പുതിയ വിമാനത്താവളം വൈകാതെ വരുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇക്കാര്യം ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.